ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, 3 നോമ്പിനും 50 നോമ്പിനും ഇടയ്ക്കുള്ള കാലമാണ്. പൊതുവെ ഒരു ധാരണയുണ്ട്, ഈ കാലഘട്ടത്തിൽ 2 കാലഘട്ടങ്ങളിൽ എങ്ങനെയും ജീവിക്കാം എന്നൊരു ധാരണ ഉണ്ട്. അത് തെറ്റാണ്. ഈ സമയമാണ് കൂടുതൽ ഒരുക്കത്തിൻ്റെ കാലം. ആത്മീയമായി എങ്ങനെയും, നോമ്പൊന്നുമില്ല, എങ്ങനെയും ജീവിക്കാം എന്നൊരു ധാരണ അത് തെറ്റാണ്. മാറ്റിക്കളയേണ്ടതാണ്. സമർപ്പണ ജീവിതം അത്യാവശ്യം കൂടുതൽ ദൈവത്തോടെ അടുക്കുന്നതിനുള്ള സമയം കൂടിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്ന് വായിച്ചതായ വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ നാളുകളെ സ്മരിക്കുകയാണ്. യോന പ്രവാചകനെ പോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ കർത്താവ് നടത്തുന്നുണ്ട്. അവിടെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. യോന ദീർഘദർശിയുടെ അടയാളം അല്ലാതെ വേറെ അടയാളം ഇതിന് ലഭിക്കില്ല. യോന നിനവാക്കാർക്ക് അടയാളം തീർന്ന പോലെ മനുഷ്യപുത്രൻ ഈ വംശത്തിനും അടയാളമായിരുന്നു. കർത്താവിൻ്റെ കുരിശാരോഹണത്തിനും മരണത്തിനു ശേഷം പാതാളത്തിൽ ചെന്ന് പാതാള കോട്ടകളെ തകർക്കുന്ന ആ സംഭവമാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. യോന പക്ഷേ അങ്ങനെയല്ലായിരുന്നു. യോന പ്രതിസന്ധികളുടെ മുമ്പിൽ ഭ്രമിച്ചോടിപ്പോയതാണ്. ഓടിപ്പോയപ്പോൾ ആ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, അന്വേഷണത്തിൻ്റെ കരങ്ങൾ നീട്ടിച്ചെന്ന് യോനായെ പിടിക്കുക. അവൻ ഓടിപ്പോയെടുത്ത് നിന്ന് പിടിച്ചെടുക്കുക. നമ്മളുടെ ചില തിരിച്ചുപോക്കുകളിൽ ദൈവം ഇതുപോലെ പിടിക്കും. അന്നേരം ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല. അത് നമ്മളുടെ സ്നേഹം കൊണ്ടാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഓർക്കേണ്ട ഒരു വലിയ വിഷയമാണ്. വിളിയുടെ രഹസ്യം പൂർണ്ണത എത്താതെ മടങ്ങുമ്പോൾ കയറി പിടുത്തമിടും. ഇവിടെ യോനായെയും ദൈവനമ്പുരാൻ പിടിക്കുകയായിരുന്നു. അവൻ്റെ ഭയത്തിന് കാരണമുണ്ട്. ഒരു പുറജാതി പട്ടണമാണ്, മഹാദുഷ്ടന്മാരാണ്, ദുർമാർഗികളാണ്. അവരോട് വേദം ഓതാൻ പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. അവൻ ധരിച്ചു കാണും, ദൈവം എന്തിനാ ഈ പണിക്ക് എന്നെ വിടുന്നത്. ഒരിക്കലും നന്നാവാൻ നമ്മൾ ചിലപ്പം പറയില്ലേ, എന്ത് പറഞ്ഞാലും ഒരു ഫലവുമില്ല, പോത്തിനോട് വേദം ഓതിയിട്ട് വല്ല ഫലമുണ്ടോ എന്ന് നമ്മളിപ്പോഴും പറയുന്ന വാക്കുകളാണ്. എന്ന് പറഞ്ഞതുപോലെ യോന നനിച്ചു കാണും, ഈ അവിടെ പോയി പറഞ്ഞിട്ട് എന്നോ നേടാനാണ്. മാത്രമല്ല അത് പ്രജാതി പട്ടണമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് ദേവാലയത്തിൽ നിന്നാണ് ദൈവത്തിന് പ്രവചനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. ദേവാലയത്തിൻ്റെ ദൂരേക്ക്, ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടാത്ത സ്ഥലത്തേക്കുള്ള യാത്രയായിരുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരെ, ദൈവത്തിൽ കണ്ണിൽപ്പെടാത്ത സ്ഥലമുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് ദൈവത്തെ കാണാത്ത സ്ഥലമുണ്ടോ? ദൈവത്തെ കാണാത്ത ഒരു സ്ഥലവുമില്ല. ദൈവത്തിന് കാണാത്ത ഒരു സ്ഥലവുമില്ല. നമ്മൾ എവിടെ പോയി മറിഞ്ഞാലും ദൈവത്തിന് കാണാതിരിക്കാൻ കഴിയില്ല. ദൈവത്തെ കണ്ടിരിക്കും. യോനയും അങ്ങനെയാണ് പോയത്. യോനയെ പിടിക്കാൻ മത്സ്യത്തെ ഏൽപ്പിച്ചു. മത്സ്യം വിഴുങ്ങി, മത്സ്യത്തെ കൊണ്ട് കരക്കൊണ്ട് ഛർദ്ദിപ്പിച്ചു. പക്ഷേ ആ 3 ദിവസത്തെ അനുഭവം പുത്രൻ തമ്പുരാൻ അനുഭവിച്ചത് എങ്ങനെയാണ്? നമ്മൾ രണ്ടും വ്യത്യാസമാവണം. പുത്രൻ തമ്പുരാനെ സംബന്ധിച്ചൊരു പ്രതിസന്ധികളുടെ മുമ്പ് തന്നെ ഏൽപ്പിച്ചതായ ഡ്യൂട്ടി, ജോലി ഭംഗിയായി നിർവഹിക്കുകയാണ്. ആ ക്രൂശിൽ തറപ്പിലെ വിധേയനാവുകയായിരുന്നു. മാത്രമല്ല, പോയത് പാതാള കോട്ടകളെ തകർക്കാനാണ് പോയത്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. യോനയും കർത്താവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. യോന പിടിക്കപ്പെട്ട മത്സ്യത്തിൻ്റെ ഉള്ളിലായി അവനെ കരയ്ക്ക് ഛർദ്ദിപ്പിച്ചു. അതേസമയം നമ്മുടെ കർത്താവ് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഭയപ്പാടില്ലാതെ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ്.
ഉത്കണ്ഠ നമ്മെ ഭരിക്കുന്ന ഒരു വിഷയമാണ്. ഉത്കണ്ഠ വന്നാൽ ഭയം ഉറപ്പാണ്. ഈ കേൾക്കുന്ന ആരെങ്കിലും ഇതുണ്ടോ എന്ന് പ്രത്യേകം ചിന്തിക്കുക. ഉത്കണ്ഠയും ഭയവുമാണ് നമ്മളെ പലപ്പോഴും പല കാര്യത്തിലും പിടിച്ചത്. സത്യസന്ധമായ കാര്യത്തിന് ഉത്കണ്ഠയും ഭയവും യാതൊരു കാരണവശാലും പാടില്ല. ചിലർക്ക്, അഹങ്കാരികൾക്ക്, ധിക്കാരികൾക്ക് ഈ ഭയവും ഉത്കണ്ഠയൊന്നുമില്ല. അവരെന്തും കാണിക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ അടുത്ത കാലങ്ങളിൽ എന്തോരം കാര്യങ്ങളാണ് നടക്കുന്നത്. അതെന്താ കാരണം അറിയാമോ? അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായ ലഹരിയാണ്. ഹോളി സ്പിരിറ്റുമുണ്ട്, അതുപോലെ പൈശാചികമായ സ്പിരിറ്റുമുണ്ട്. പരിശുദ്ധാത്മാവിനാലുള്ള ഉത്കണ്ഠയില്ലായ്മ ദൈവാനുഗ്രഹമാണ്. അശുദ്ധാത്മാവിനാലുള്ള ഭയമില്ലായ്മ അഹങ്കാരവും അക്രമവുമാണ്. അതുകൊണ്ടാണ് സ്വന്തം അമ്മയെപ്പോലും വെട്ടിക്കൊലപ്പെടുത്താൻ മടിയില്ലാതെ നീ എന്തിനാണ് എന്നെ പെറ്റതെന്ന് ചോദിച്ചു. അത് മാത്രമല്ല, ഈ അടുത്തിടയിൽ ഒരു വീഡിയോ കാണുക. അതിനകത്ത് ഒരു നഴ്സിംഗ് സ്കൂളിലെ കൊച്ചിനെ റാഗി എന്ന ചിത്രം അത് ചെയ്തതുപോലെ അവൻ പിടിച്ചെടുത്ത് എല്ലാവരും കണ്ട് രസിച്ചോട്ടെ എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. അതാണ് അഹങ്കാരം. ആത്മീയമായ സ്പിരിറ്റ് ഇല്ലാതെ പൈശാചികമായ സ്പിരിറ്റിനെ അടിപ്പെടുന്നതിൻ്റെ ഇന്നത്തെ തലമുറ അതിനെ അടിപ്പെടുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകുന്നു. ഈ 3 നോമ്പിലെ വായനകളിൽ യോന മാത്രമല്ല പരാമർശ വിഷയമാവുന്നത്, യോനയോടൊപ്പം തന്നെ പരാമർശിക്കപ്പെടുന്ന വേറൊരു വ്യക്തിയും കൂടെ ഈ വായനകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് സരപ്തയിലെ വിധവയാണ്. കർത്താവ് പറയുന്നു, ഇസ്രായേലിൽ അനവധി വിധവകൾ ഉണ്ടായിരുന്നിട്ടും സീദോനിലെ സരപ്തയിലെ ഒരു വിധവയുടെ അടുക്കിലേക്ക് മാത്രമേ ഏലിയാവിനെ അയച്ചുള്ളൂ എന്ന്. എന്താണ് സരപ്തയിലെ വിധവയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാവോ? അവസാനത്തെ അപ്പം ചുട്ട് തിന്നുവാനായി വിറക് പെറുക്കാൻ പോകുന്ന സരപ്തയിലെ വിധവയാണ് നമുക്ക് മാതൃകയാകേണ്ടത്. ഈ ഇരിക്കുന്ന ആരെങ്കിലും, ഒരുപക്ഷെ ഞാൻ പോലും, ആരെങ്കിലും അവസാനം ഇത് തിന്നു കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല എന്ന് വന്നാൽ വിറക് പെറുക്കാൻ പോകുമോ? ഏതായാലും ആ ചുട്ടാലും തിന്നാലും ചത്തുപോകും. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നല്ലേ ധരിക്കുക. അല്ലാതെ ആരെങ്കിലും ധൈര്യത്തോടിരിക്കുന്നവരുണ്ടെങ്കിൽ വേണമെങ്കിൽ വാശി കൈപോക്കാം, അത്രയേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ വിധവ താൻ തന്നെയല്ല വെറുക്കാൻ പോയത്, കൂടെ തൻ്റെ മകനെ വലം കൈക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവരുടെ കഷ്ടപ്പാടും അവരുടെ പ്രയാസവും അവൻ പഠിച്ചിരിക്കണം. ഇന്നത്തെ തലമുറ അപ്പനമ്മമാരറിയേണ്ടത് കുഞ്ഞുങ്ങളെ പ്രയാസവും പ്രതിസന്ധിയും പഠിപ്പിക്കുന്നില്ല. അവരെ വെറും നമ്മൾ ഈ കോഴികളെ എപ്പം വളർത്തുന്ന പോലെ വളർത്തുക, അവർക്ക് ഇഷ്ടം പോലെ സമൃദ്ധമായ പണം കൊടുക്കുക, വീട്ടിൽ കഷ്ടപ്പാടാണെന്ന് അറിയത്തില്ല, കടമെടുത്ത് ഓസ്ട്രേലിയക്കും അതുപോലെ തന്നെ മലേഷ്യക്കും അല്ല കാനഡയ്ക്കും അയക്കും. അങ്ങനെ ഇപ്പോൾ അയക്കുന്നതല്ല, ഭാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മക്കളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ഉടനെ വിഷയം എടുത്തു പോയി, എന്നിട്ടോ കടമെല്ലാം എടുത്തേച്ച് പറയും എൻ്റെ മോൻ അവിടെയാ, എൻ്റെ മോൾ അവിടെയാ. നല്ലതാണെങ്കിൽ വിടണം, അല്ലെങ്കിൽ എന്തിനാ വിടുന്നത്? അവരവിടെ പോയി എന്ത് ചെയ്യുകയാണെന്ന് അന്വേഷിക്കുന്നുണ്ടോ? ഇത് ഞാനും നിങ്ങൾ അറിയേണ്ടതായ ഒരു പ്രത്യേക കാര്യമാണ്. ഇവിടെ സരപ്തയിലെ വിധവ വലം കൈക്ക് പിടിച്ചുകൊണ്ട് തൻ്റെ മകനെയും കൊണ്ട് പോയി വിറവെറുക്കുന്നു. അപ്പോഴാണ് വെള്ളമില്ലാത്ത സമയത്ത് കിരിയത്ത് തോട്ടിലായിരുന്നു ഏലിയാവ് താമസിച്ചുകൊണ്ടിരുന്നത്. കിരിയത്ത് തോട്ടിലെ വെള്ളം പറ്റിക്കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നീ സരപ്തയിലെ വിധവയുടെ അടുക്കിലേക്ക് പോകാനായിട്ട്. അവിടെ ചെന്ന് ആ സ്ത്രീ വിറവെറുക്കാൻ പോകുമ്പോൾ, മോനും കൂടെ പോകുമ്പോൾ പറയുക, വെള്ളമില്ലാത്ത ക്ഷാമമാണ്, അവിടെ വരൾച്ചയാണ്. ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാമോ? നമുക്കിത്തിരി കുളിക്കാൻ പോട്ടെ, കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത സമയത്ത് വെള്ളം ചോദിച്ചാൽ കൊടുക്കുമോ? ആലോചിച്ച് നോക്ക്. ആ സ്ത്രീ വെള്ളം കൊടുക്കാൻ പോയി. അതാണ് സരപ്തയിലെ വിധവയുടെ പ്രത്യേകത. ഇത് ഞാനും നിങ്ങളും അറിയണം. ആ വെള്ളം കൊടുക്കാൻ പോയപ്പോഴാണ് പറയുന്നത്, നീ പോയി ചുരുമ്പോൾ ഒരു കപ്പയെ ആ ചുട്ട് തിന്നാനുള്ളൂ, ഒരു കുഞ്ഞപ്പം കൂടെ ഉണ്ടാക്കിക്കൊണ്ട് പോരെ എനിക്കിത് കഴിക്കാൻ. നിങ്ങളാണ് എന്ത് പറയും? കേൾക്കട്ടെ. ഇപ്പം പറയണ്ട, നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. ഈ വിധവ ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും പറയുന്നു, ചെയ്യാം, കൊണ്ട് കൊടുക്കുന്നു.
അവിടെയാണ് അതിൻ്റെ പൊലിപ്പ്. നമ്മുടെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും പാരമ്യത്തിൽ ദൈവം കയറി പിടിച്ചിരിക്കും. അവിടം വരെ എത്താനാണ് എനിക്കും നിങ്ങൾക്കും പാട്. ഇത് പഠിപ്പിച്ചെടുത്തതാണ്. വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നു, ഈ അമ്മയുടെ മകനാണ് യോന. അതുകൊണ്ടാണ് പ്രയാസം പിടിച്ച് ജോലിയിലേക്ക് യോനയെ വിട്ടത്. പക്ഷേ യോനയും മനുഷ്യനാണ്. ഏലിയായെക്കുറിച്ച് യാക്കോസ്ലിയ പറയുന്നത് എന്താ? നമ്മെപ്പോലെ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നുവെങ്കിൽ 6 മാസം മഴ പെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പെയ്തില്ല, പിന്നെ പ്രാർത്ഥിച്ചാൽ മഴ പെയ്തു. യോനയും അതുപോലെയാ. നമ്മെപ്പോലെ വീഴ്ചകൾ വരുമ്പോൾ തളർന്നു പോകും, പക്ഷെ അവരൊക്കെ എഴുന്നേറ്റു. എലിയാ പ്രവാചകൻ പറയുന്നില്ലേ, സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് തീയിറക്കിയതായ ഏലിയാ പ്രവാചകനാണ് പറയുന്നത്, ഞാൻ എന്തിനു ജീവിക്കണം, മരിച്ചാൽ മതിയായിരുന്നു എന്ന്. അത് മനുഷ്യ. പക്ഷേ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് എഴുന്നേറ്റ് ഹോറേബ് വരെ നടക്കുന്ന ഏലിയാ പാഠമാണ്. കർത്താവിനാൽ അനുഗ്രഹീതരെ, ദൈവം വിശ്വസ്തൻ, ദൈവം എല്ലാം ചെയ്തു തരുന്നവനാണ്. ഈ ഒരു ബോധ്യം പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല. വിശ്വാസമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭക്തി. വിശ്വാസമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശരിയല്ലായ്മയും. അതുകൊണ്ട് ഞാനും നിങ്ങൾ ഓർക്കുക, ദൈവത്തിൽ അർപ്പിച്ച് ആ യോന പോയെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നെ നിങ്ങൾ ദൈവം തമ്പുരാൻ പിടിക്കുമ്പോൾ അത് എൻ്റെ നന്മയ്ക്കാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഒരിക്കൽ കൊലഞ്ചേരി ആശുപത്രിയിൽ അച്ഛനായിരിക്കുമ്പോൾ ഒരു മനുഷ്യന് വലിയൊരു ആക്സിഡൻറ്റ് പറ്റിക്കൊണ്ട് കടത്തി. ഞാൻ അവിടെ ചെന്നു. അടുപ്പമുള്ള ആളാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല, കൊച്ചച്ഛനല്ലേ അന്ന്. ചെന്നിട്ട് ഒരൊറ്റ അക്ഷരം മിണ്ടാന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛൻ വിഷമിക്കണ്ട, ഇതേ എൻ്റെ വഴി നിങ്ങൾ വിചാരിക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കുറേ വഴി മാറി ചവിട്ടിയിരുന്നു. ദൈവം എന്നെ പിടിച്ചതാ അച്ഛാ, ദൈവം എന്നെ പിടിച്ചതാണ്. ഈ ഒരു ബോധ്യം, ദൈവം എന്നെ നിങ്ങളെയും പിടിക്കുമ്പോൾ ഓർത്തില്ലെങ്കിൽ വലിയ ആപത്തിലേക്കായിരിക്കും പോകുന്നത്. അതാണ് ആ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? മുന്തിരിത്തോട്ട നടുവിൽ ഒരത്തി ഉണ്ടായിരുന്നു. യജമാനൻ പറഞ്ഞു, 3 വർഷമായി ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ അന്വേഷിക്കുന്നു, ഫലമില്ല, വെട്ടിക്കളഞ്ഞേക്കത്. അപ്പം കാര്യസ്ഥൻ പറയുകയാണ്, 1 വർഷം കൂടി ഞാൻ വളവും വെള്ളമൊക്കെ ഇട്ട് നോക്കുന്നു. അപ്പം അതിൻ്റെ കൊമ്പൊക്കെ വെട്ടിക്കാണും, കിളക്കമേര് പൊട്ടിക്കാണും. അടുത്ത വർഷം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയുക. എന്നെ നിങ്ങളെയും അങ്ങനെ വെട്ടാനിട വരരുത്. ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായി ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞൊരു വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.